ഡോക്ടർ മോഹൻ വർഗീസ്, രണ്ടാഴ്ചത്തോളമായി ഇറാന് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ശേഷം സംഘർഷത്തിന് താൽക്കാലിക അറുതി വന്നിരിക്കുകയാണ്. കൂടുതൽ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് അയച്ച് ഇറാന് നേരെ ട്രംപ് ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തിവരവെയാണ് അപ്രതീക്ഷിതമായ ഈ വെടിനിർത്തൽ എന്നതും ശ്രദ്ധേയമാണ്. ഇത് എന്തുകൊണ്ടാകാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇറാനിൽ അമേരിക്ക പൊടുന്നനെ യുദ്ധം നിർത്തിയത് ഇനി ബോംബാക്രമണം നടത്തിയിട്ട് കാര്യമില്ല എന്ന തരത്തിൽ സെൻകോം കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പറഞ്ഞതുകൊണ്ടും കൂടിയാണ് എന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യോമാക്രമണം വഴി ചെയ്യാവുന്ന പരമാവധി നാശം ചെയ്തു കഴിഞ്ഞു, ഇനി കൂടുതലൊന്നും നേടാൻ കഴിയില്ല എന്നാണ് ബ്രാഡ് കൂപ്പർ പറഞ്ഞിരിക്കുന്നത്. ഇതോടെയാണ് ട്രംപിന് മനമാറ്റമുണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനിൽ നാശം വിതച്ചിട്ടും അവരുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല. അപ്പോൾ ഇറാൻ്റെ ശക്തി കുറയ്ക്കാൻ ഇനി കഴിയില്ല എന്ന് സമ്മതിക്കുക കൂടിയല്ലേ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, ഹോർമുസ് കടലിടുക്കിൽ പുതിയ ക്രമീകരണത്തിനായി ഇറാനും ഒമാനും ചർച്ച നടത്തുന്ന വേളയിൽ കൂടിയാണ് ട്രംപ് ആക്രമണം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. വലിയ ആക്രമണം നടത്തിയ ശേഷം ഇറാനെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കം ട്രംപ് മുൻപും നടത്തിയിട്ടുണ്ട്. അതൊന്നും വിജയം കണ്ടിരുന്നുമില്ല. ഇപ്പോൾ ഇത് ചർച്ചയ്ക്കല്ല, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ ഈ ഇടവേള ചർച്ചയ്ക്കല്ല എന്ന് ഒന്നുകൂടി വ്യക്തമാകുകയാണ്. ഇപ്പോൾ ഇടവേളയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ യുദ്ധത്തിന് ഓരോരോ കാരണങ്ങൾ, ഇടവേളയ്ക്കും കാരണങ്ങൾ. ഈ കാരണങ്ങൾ ആരാണോ ശക്തിമാൻ അല്ലെങ്കിൽ ബലവാൻ, ആ ബലവാന്റെ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. ഇവിടെ ആർക്കാണ് ശക്തി? ഇവിടെ അമേരിക്ക യാതൊരു രീതിയിലും തള്ളിക്കളയാനാവാത്ത ലോകത്തെ 1-ാം നമ്പർ മിലിറ്ററി അധീശത്വ ശക്തി തന്നെയാണ്. പക്ഷേ ആ ശക്തിക്ക് പോലും ഓപ്ഷൻസ് വേ ചെയ്യേണ്ടി വരുന്നു. അതാണ് സെൻട്രൽ കമാൻഡിൻ്റെ, അമേരിക്കയുടെ സെൻട്കോം എന്ന് പറയുന്ന ആ സൈനിക സംവിധാനത്തിൻ്റെ, അതായത് ആ മധ്യപൗരസ്യ പ്രദേശത്തിൻ്റെ മുഴുവൻ കമാൻഡ് കൺട്രോൾ സ്ട്രക്ചർ അമേരിക്കയ്ക്ക് വേണ്ടി നിയന്ത്രിക്കുന്ന സെൻട്രൽ കമാൻഡിൻ്റെ മെയിൻ ലീഡർ അദ്ദേഹം ബ്രാഡ് കൂപ്പർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഏറിയൽ അറ്റാക്ക് cannot yield more results. ഇതുവരെ നേടിയതിനേക്കാൾ കൂടുതലായി ഒന്നും തന്നെ ആകാശമധ്യത്തിലുള്ള ആക്രമണത്തിൽ നേടാനില്ല എന്ന റിപ്പോർട്ടാണ് ബ്രാഡ് കൂപ്പർ ട്രംപിന് നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. അതുകൊണ്ട് മിലിറ്ററി ഇൻപുട്സ്, ഒരു ഡിസിഷൻ മേക്കറെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററി ടെക്നിക്കൽ ഇൻപുട്ടുകൾ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. അതൊരു വശം. മറുവശത്തെ പൊളിറ്റിക്കൽ ഇൻപുട്സ് ഉണ്ട്. ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ റിയാലിറ്റി അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ട്രംപിനെതിരെയും ഈ ഗവൺമെൻറ് കൈകാര്യം, അമേരിക്കൻ ഭരണകൂടം യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ചും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ യുദ്ധമുണ്ടാക്കുന്ന വലിയ ഒരു വിള്ളലിനെ കുറിച്ചുമൊക്കെയുള്ള ബോധം അവിടെയുണ്ട്. ആ ഒരു വികാരം കണക്കിലെടുക്കാതിരിക്കാനാവില്ല. അത് രണ്ടാമത്തെ ഇൻപുട്ടാണ്. ഒരു തീരുമാനമെടുക്കുമ്പോൾ, യുദ്ധം നിർത്തിവെക്കണം എന്നൊരു തീരുമാനമെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അമേരിക്ക പരിഗണിക്കുന്നത്. മറ്റൊരു കാര്യം, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുന്ന ഇൻപുട്ടുകൾ, ഇസ്രായേലിൻ്റെ സ്വാധീനം നമ്മൾ മാറ്റി വെക്കാനാവില്ലല്ലോ, തുച്ഛീകരിച്ച് കാണാനാവില്ലല്ലോ. അത് അമേരിക്കയുടെ പരിഗണനയിലുണ്ട്. അതനുസരിച്ച് നീങ്ങണമെന്നില്ല, പരിഗണനയിൽ ഉണ്ടാവും. അങ്ങനെ മാറി വരുന്നത് മാത്രമല്ല, യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യത അത് വലിയൊരു പരിഗണനയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെങ്കടൽ മേഖലയിലേക്കും വ്യാപിക്കുന്നു. അതാണ് ഹൂതികൾ വേഴ്സസ് സൗദി. അതുപോലെ കാസ്പിയൻ കടൽ മേഖലയിലേക്കും ബാധിക്കുന്നു. ഉക്രൈൻ വേഴ്സസ് ഇറാൻ എന്ന രീതിയിൽ ആക്രമണം വ്യാപിക്കുന്നു. ആ രീതിയിൽ വ്യാപിച്ചാൽ ഒരു 3-ാം ലോക മഹായുദ്ധം, അതായത് 2-ലധികം അല്ലെങ്കിൽ 3-4 അതിലധികമോ രാജ്യങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ യുദ്ധം ചെയ്യുന്ന അവസ്ഥയ്ക്കാണല്ലോ ലോകമഹായുദ്ധം എന്ന് പറയുന്നത്. 1-2 ലോകമഹായുദ്ധം ഒക്കെ തുടങ്ങിയത് ചെറിയ പോരാട്ടങ്ങളിലാണ്. 2 രാജ്യങ്ങൾ തമ്മിലോ ഒരു ചെറിയ ഭാഗത്ത് മാത്രം ഒതുങ്ങി നിന്നത് പിന്നീട് ആ തീപ്പൊരി വലിയ അഗ്നിയായി ആളിപ്പടരുകയായിരുന്നു. സമാനമായ സാഹചര്യം മധ്യപൗരസ്യ പ്രദേശത്ത് നിന്നും യൂറോപ്പിലേക്ക് വരെ യുദ്ധം വ്യാപിക്കാനുള്ള ഒരു സാധ്യത അത് യൂറോപ്യൻ രാജ്യങ്ങൾ കൺസേൺഡാണ്. ഉക്രൈൻ നോട് ജാഗ്രത പുലർത്തണമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ കപ്പലിനെ ഉക്രൈൻ ആക്രമിച്ചു. ആ ആക്രമണം കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് എന്നാണ് ഇറാൻ്റെ ആരോപണം. ആ ആരോപണം ഉക്രൈനും ശരിവെക്കുന്നു. ഉക്രൈൻ പറയുന്നത് ഉക്രൈൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി ഇപ്പോൾ പുതിയതായി ചുമതല ഏറ്റെടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്ന തിരക്കിലാണ്. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, അതിൻ്റെ ഹിറ്റിംഗ് വളരെ ഷാർപ്പാണ്, അത് ഏത് കടലിലും ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. റഷ്യൻ
താല്പര്യമുള്ള എല്ലാ മേഖലകളെയും തങ്ങൾ ടാർഗറ്റ് ചെയ്യും. നേരിട്ട് റഷ്യ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം കാസ്പിയൻ കടലിലൂടെ റഷ്യയിലേക്ക് ഇറാൻ്റെ കപ്പലിൽ ഇറാൻ്റെ ഡ്രോണുകൾ വഹിച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ അത് ആക്രമിക്കാൻ തങ്ങൾക്കറിയാമെന്നാണ് പറയുന്നത്. എനിക്കത് വലിയ തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പം ഇറാൻ വലിയ യുദ്ധത്തിലാണ്, റഷ്യയും യുദ്ധത്തിലാണ്. ഇപ്പം ചരിത്രപരമായി ഇറാൻ്റെ ഡ്രോണുകൾ റഷ്യ ഉപയോഗിച്ചിട്ടുണ്ട്, സംശയമില്ല. ആ ഡ്രോണുകൾ ഉക്രൈനെതിരെ റഷ്യ യുദ്ധത്തിൽ പ്രയോഗിച്ചിട്ടുമുണ്ട്, അതിനകത്തും തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇത്രയധികം ഡ്രോണുകൾ ആവശ്യമായി വരുമ്പോൾ ഇറാൻ ആ ഡ്രോണുകൾ റഷ്യയിലേക്ക് കപ്പൽ മാർഗം കടത്തി വിടുമോ, കൊടുത്തയക്കുമോ എന്നതിൽ ന്യായമായ ലോജിക്കൽ സംശയങ്ങൾ തോന്നാം. അതിനെ സ്ഥിരീകരിക്കാൻ നമുക്കാവില്ല. കപ്പൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും സ്ഥിരീകരണമില്ല. പക്ഷേ ഉക്രൈൻ ഹാസ് ടേക്കൺ എ സ്ട്രാറ്റജിക് ഡിസിഷൻ ടു ഹിറ്റ് എനി ഒബ്ജക്റ്റ് മൂവിങ് ടു റഷ്യ, അത് ഇറാനിൽ നിന്നാണെങ്കിൽ പോലും. അപ്പോൾ ഇറാനുമായി ഏറ്റുമുട്ടാൻ ഉക്രൈൻ മടിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് ഇറാൻ പറയുന്നു ഉക്രൈൻ യൂറോപ്യൻ കമ്മ്യൂണിറ്റി താങ്ങി നിർത്തിയിരിക്കുന്ന രാജ്യമാണ്. ഉക്രൈനുമായി യാതൊരു രീതിയിലും സമാധാനം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഉക്രൈൻ നേരിട്ടൊന്നും ഇറാൻ ഒരു പക്ഷേ ആക്രമിക്കാനാവില്ല. ഉക്രൈൻ വളരെ അകലെ കിടക്കുന്ന, കടലുകൾക്കപ്പുറത്ത് കിടക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ. പക്ഷേ അവിടെയും സംഘർഷം ഘനീഭവിക്കുമ്പോൾ സമ്മർദ്ദം മുഴുവൻ അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് അപ്പറേറ്റസിന് മേലാണ്. കാരണം ഈ യുദ്ധങ്ങളെല്ലാം തന്നെ കണക്റ്റഡായി മാറുകയാണ്. നോക്കൂ, 4 യുദ്ധങ്ങൾ പരസ്പരം കണക്റ്റഡ് ആവുന്നു. ഈ 4 യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നേരിട്ടുള്ള ഇറാൻ US സംഘർഷം, 2 യമനിലെ ഹൂതികളും സൗദി അറേബ്യയും തമ്മിൽ ചെങ്കടൽ മേഖലയിൽ നടക്കുന്ന പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ എണ്ണ കപ്പലുകൾക്ക് നേരെ ചെങ്കടൽ വെച്ചും, അല്ലെങ്കിൽ സൗദി എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ യമൻ ഹൂതികൾ നടത്തുന്ന ആക്രമണവും, അത് 2ാമത്തെ ലെവൽ. 3, ഇപ്പോൾ പുതിയ ഒരു രംഗം വന്നിരിക്കുന്നു, പുതിയ ഒരു പ്ലെയർ, ഒരു പുതിയതെന്ന് പറയാനാവില്ല. ഇറാൻ അനുകൂല ഷിയ മിലിഷ്യകൾ സൗദി അറേബ്യയെ ആക്രമിച്ചിരിക്കുന്നു. അതാണ് ലേറ്റസ്റ്റ് വിവരം. സൗദിയുടെ അരാംകോ എണ്ണ സംഭരണശാലകളിലും ശുദ്ധീകരണശാലകളിലും, അതേപോലെ സൗദിയുടെ തലസ്ഥാനമായ റിയാദിലേക്കും ഇറാഖിൽ നിന്നും ഇറാൻ അനുകൂല ഷിയ മിലിഷ്യകൾ ആക്രമണം നടത്തിയിരിക്കുന്നു. അത് ലേറ്റസ്റ്റ് വിവരമാണ്. അത് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇറാൻ്റെ ഒരു നയമാണ് ഈ മൾട്ടിപ്പിൾ ആംസ്, അതായത് ഇറാന് ചുറ്റും മാത്രമല്ല ഇസ്രയേലിന് ചുറ്റും സൗദിക്ക് ചുറ്റും എല്ലാം തന്നെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ വളർത്തി എടുത്തുകൊണ്ട് തങ്ങളുടെ ഡിഫൻസിന് കുറച്ചുകൂടെ ഡെപ്ത് നൽകുക എന്ന ഇറാനിയൻ പാരഡൈമാണ്. അതെപ്പോഴും ഉപയോഗിച്ചു വന്നിരിക്കില്ല. നമ്മൾ ഹൂതികളെക്കുറിച്ചും ഹമാസിനെക്കുറിച്ചും ഹിസ്ബുള്ളയെക്കുറിച്ചും ഏറെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇറാഖിലെ, ഇറാൻ്റെ അയൽ രാജ്യമാണ്, ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. പക്ഷേ അധികം ആ ഷിയ ഭൂരിപക്ഷ മേഖലയായ ബസ്ര മേഖല, തെക്കൻ മേഖലയാണ്. ആ മേഖലയിൽ ഏറെ താവളങ്ങളുണ്ട് ഇറാൻ അനുകൂല മിലിഷ്യകളുടെ, ഷിയ മിലിഷ്യകളാണ്. ഈ മിലിഷ്യകൾ ഇറാന് വേണ്ടി സൗദി അറേബ്യയെ ആക്രമിക്കുകയാണ്. സൗദി എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുകയാണ്. സൗദിയുടെ തലസ്ഥാനമായ റിയാദിന് നേരെ ഡ്രോണുകൾ അയക്കുകയാണ്. മൾട്ടിപ്പിൾ ഡ്രോൺസ് അയച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതെല്ലാം തന്നെ സൗദി അറേബ്യയ്ക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഈ അവിടുന്ന് കടന്നു വരുന്ന റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടത്? അതും അമേരിക്കയുടെ പരിഗണനയാണ്, നമ്മളെല്ലാം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് സൗദി അറേബ്യയെ വെറുതെ വിട്ടിരുന്നു ഇത്രയും കാലം? അതായത് ഈ 13 ദിവസം നീണ്ടു നിന്ന യുദ്ധം, ഇപ്പോൾ ഏതാണ്ട് 100 മണിക്കൂറോളമായി നീണ്ടു നിൽക്കുന്ന സമാധാനം, അതായത് 4 രാത്രികളിൽ സമാധാനം. അപ്പോൾ ഇത് അടുത്ത് വരാനിരിക്കുന്ന വൻ യുദ്ധത്തിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ താൽക്കാലിക സമാധാനം ആവാം, അല്ല എങ്കിൽ പെർമനന്റ് സമാധാനത്തിലേക്കുള്ള ഒരു കാൽവയ്പ്. ഈ 2 രീതിയിലും കാണാം. അത് സംഭവിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനാവില്ലല്ലോ. പക്ഷെ അതെന്തും സംഭവിക്കട്ടെ. പക്ഷേ ഇപ്പോഴിതാ സൗദി അറേബ്യ 2 ഫ്രണ്ടിൽ നിന്നും ആക്രമിക്കപ്പെടുന്നു. സൗദിയുടെ തെക്ക് പടിഞ്ഞാറൻ ഫ്രണ്ടാണ് ഹൂതികൾ നിയന്ത്രിക്കുന്ന മേഖല. സനായും ഹുദൈദയും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഹൂതി കൺട്രോൾഡ് യമൻ, ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഇറാൻ സൗദി അറേബ്യയ്ക്ക് നേരെ മിസൈലുകൾ പായുകയാണ്, റോക്കറ്റുകൾ പായുകയാണ്, ഡ്രോണുകൾ അയക്കുകയാണ്. അവിടെയുള്ള, അതായത് ചെങ്കടൽ തീരത്തുള്ള സൗദി എണ്ണ സംഭരണശാലകൾ, തുറമുഖങ്ങൾ ഒക്കെ തന്നെ ഹൂതികളുടെ ഹിറ്റിംഗ് റേഞ്ചിലാകുന്നു. അപ്പോൾ ആ ഭാഗം വൾണറബിൾ ആയിരിക്കുന്നു, അരക്ഷിതമായിരിക്കുന്നു. അതുപോലെ തന്നെ സൗദിയുടെ വടക്കും കിഴക്കുമായുള്ള ഭാഗങ്ങൾ, തുറമുഖങ്ങൾ, അത് ലക്ഷ്യം വെക്കാൻ ഇറാൻ അനുകൂല മിലിഷ്യകൾ ഇറാഖിൽ നിന്നുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ 2 ഫ്രണ്ടിൽ സൗദിക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോൾ സൗദിയെ ഇത്രയും കാലം ഇറാൻ ആക്രമിച്ചില്ല, അല്ലെങ്കിൽ ഈ റൗണ്ട് ഓഫ് കോൺഫ്ലിക്റ്റിൽ ഇറാൻ സൗദിയെ വെറുതെ വിട്ടു. നിരന്തരമായ ആക്രമണം ബഹ്റിന് നേരെ,
അതുപോലെ ജോർദാന് നേരെ, കുവൈറ്റ് നേരെ നിരന്തരമായ ആക്രമണം നടത്തുമ്പോഴും എന്തുകൊണ്ട് സൗദി ആക്രമിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ പാകിസ്ഥാന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. അവിടെ അദൃശ്യമായ ചൈനയുടെ കരങ്ങളുണ്ട്, അമേരിക്കയുടെ കരങ്ങളുണ്ട് സൗദിയെ വെറുതെ വിട്ടതിന് പിന്നിൽ. വെറുതെ വിട്ടു എന്നല്ല, ഇറാൻ നേരിട്ട് ആക്രമിച്ചാൽ അതിനർത്ഥം സൗദി അറേബ്യയുടെ സഹായത്തിന് പാകിസ്ഥാൻ വരേണ്ടി വരും. പാകിസ്ഥാൻ അപ്പോൾ ഇറാനോട് യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ്? 2025 ഒപ്പിട്ട സൗദി അറേബ്യ ആൻഡ് പാകിസ്ഥാൻ മിലിറ്ററി എഗ്രിമെന്റ് അനുസരിച്ച് സൗദി അറേബ്യയോ പാകിസ്ഥാനോ ആക്രമണ വിധേയമായാൽ പരസ്പരം സൈന്യങ്ങളെ അയച്ചുകൊണ്ട് കായികമായി തന്നെ പ്രതിരോധിക്കണം എന്ന കരാറാണ്. ആ കരാർ പാലിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകും. ഇപ്പോൾ പാകിസ്ഥാൻ വളരെ സുരക്ഷിതമായ ഒരു അകലം പാലിക്കുന്നു. അകലമൊന്നുമല്ല, ഒരു കംഫർട്ടബിൾ സോണിലാണ് പാകിസ്ഥാൻ. എന്തുകൊണ്ടാണ്? മധ്യസ്ഥ രാജ്യമാണ്. അതുകൊണ്ട് ഇറാനുമായി സൗഹൃദത്തിൽ പോകാം, സൗദിയുമായി എക്കാലത്തുമുള്ള സൗഹൃദം തുടരാൻ കഴിയും, യുദ്ധം ചെയ്യേണ്ട ആവശ്യവുമില്ല. പക്ഷേ പാകിസ്ഥാൻ രംഗത്ത് വരേണ്ടി വരും. അതുകൊണ്ട് പാകിസ്ഥാൻ ഇറാന് വലിയ രീതിയിൽ ഒരു പ്രേരക ശക്തി എന്ന നിലയിൽ ഇറാനോട് പറഞ്ഞു, ദയവായി സൗദിയെ ആക്രമിക്കരുത്. അത് ഇറാൻ അംഗീകരിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷേ ഇപ്പോൾ ഹൂതികളും സൗദിയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇറാഖിൽ നിന്നുകൊണ്ട് ഇറാൻ അനുകൂല മിലീഷ്യകൾ സൗദി ആക്രമിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇറാൻ അല്ലല്ലോ നേരിട്ട്. അപ്പോൾ ആ സാങ്കേതികത അവിടെ നിൽക്കുന്നു. അതുകൊണ്ടാണ് യുദ്ധം എസ്കലേറ്റ് ചെയ്യാൻ ആർക്കും താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇറാനും താല്പര്യമില്ല, സൗദിക്കും താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. അമേരിക്കയ്ക്ക് ഒരുപക്ഷെ അത് ഇറ്റ്സ് ഇൻ catch-22 സിറ്റുവേഷൻ അമേരിക്ക. അതുകൊണ്ടാണ് ട്രംപിൻ്റെ പരിഗണനാ വിഷയമായി ഇങ്ങനെ ഒരു കാര്യം കൂടെ വരികയാണ്. നാലാമതൊരു ലെവലിൽ കാസ്പിയൻ കടലിലേക്ക് യുദ്ധം വ്യാപിച്ചാൽ യൂറോപ്പ് രംഗത്ത് വരികയാണ്. അങ്ങനെയൊന്നും വരില്ലായിരിക്കാം. പക്ഷെ ആ രീതിയിൽ കൈവിട്ട് പോകാതിരിക്കാനുള്ള മുൻ ഒരുക്കങ്ങളാണ്. ഇതൊക്കെ ഒരു തിരിച്ചറിവിൻ്റെ രൂപത്തിൽ, ആത്മപരിശോധനയുടെ രൂപത്തിൽ അമേരിക്കയുടെ മനസ്സിൽ ഉണ്ടാവണം. അതുകൊണ്ട് തൽക്കാലം സംയമനം. പക്ഷേ അതിനോടൊപ്പം തന്നെ അതേ ശ്വാസത്തിൽ ട്രംപ് പറയുന്നു, ഇപ്പോൾ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്, ഇറാൻ തങ്ങളോട് യാചിക്കുകയാണ്. ഇറാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം, യാചന എന്നത് തങ്ങളുടെ നിഘണ്ടുവിലില്ല. ഞങ്ങൾ യാചിക്കുന്ന പ്രശ്നമില്ല. യാചിക്കാനാണെങ്കിൽ 1979 മുതൽ യാചിച്ചാൽ മതിയായിരുന്നല്ലോ, ഇറാനെ ഒരു രീതിയിലും അമേരിക്ക ആക്രമിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ യാചന തങ്ങളുടെ നിഘണ്ടുവിലില്ല. സമാധാന ചർച്ചകൾ നടക്കുന്നില്ല. അതുമാത്രമല്ല, ഈ ഹോർമൂസിനെ ചുറ്റിപ്പറ്റി ഒരു നീക്കുപോക്കുമില്ല. അത് തങ്ങളുടെ അച്ചുതണ്ടാണ്, ഹബ്ബാണ്, ഫാൽക്രമാണ്. അത് വലിയ രീതിയിലുള്ള തങ്ങളുടെ തുറപ്പിച്ചിട്ടാണ്, അതിൽ ചർച്ചയില്ല. ആ രീതിയിൽ നിൽക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്ന യുദ്ധം അമേരിക്ക നിർബന്ധപൂർവ്വം നിർത്തിവെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിർത്തിവെക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2-3 ചർച്ചകളുടെ ഫലമായി, അതായത് ഇപ്പോൾ വൊളോഡിമിർ സെലൻസ്കി അമേരിക്കയിലെത്തുന്നു. അതുപോലെ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ നിലവിൽ ഇസ്രായേലി പ്രധാനമന്ത്രി അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു. ഇവരുമായിട്ടെല്ലാം ട്രംപ് നടത്തുന്ന ചർച്ചകളിൽ ചില തന്ത്രപരമായ ധാരണകൾ ഉണ്ടായേക്കാം. സമാന്തരമായി ഇപ്പോൾ ഒമാൻ്റെ പ്രതിനിധികളും ഇറാൻ്റെ പ്രതിനിധികളും തമ്മിൽ ടെഹ്റാനിൽ വെച്ച് സമാധാന ചർച്ച തുടരുന്നു. അത് ഹോർമൂസിനെ ചുറ്റിപ്പറ്റി മാത്രമാണ്. ആണവ വിഷയത്തിൽ ഒരു ചർച്ചയും ആരും മുന്നോട്ട് വയ്ക്കുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. അതുകൊണ്ട് എന്താണ് നാളുകളിൽ അമേരിക്ക എടുക്കുന്ന തീരുമാനം? യുദ്ധം പുനരാരംഭിക്കുമോ എന്ന കാര്യത്തിൽ യാതൊരു നിശ്ചയവും ഇല്ലാതെ പോകുന്നു. അസുഖകരമായ ഒരു ശാന്തതയിലൂടെയാണ് ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് മേഖല പോകുന്നത്. ആ ശാന്തത എന്നാൽ ചെങ്കടൽ മേഖലയിൽ ഇല്ല എന്നോർക്കണം. ആ ശാന്തത കാസ്പിയൻ കടൽ മേഖലയിൽ ഇല്ല എന്നോർക്കണം. ഈ കടലുകളെല്ലാം കൂടി ചേർത്ത് സമഗ്രമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ ആ പ്രദേശത്തിൻ്റെ ശാന്തതയെക്കുറിച്ച് നമുക്കൊരു സമഗ്ര ചിത്രം കിട്ടൂ എന്നുകൂടി ഓർക്കണം.